മാറിക്കൊണ്ടിരിക്കുക, പൂർണ്ണമായിട്ടും മാറിയെന്ന് ഞാൻ പറയില്ല, മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ പൊതുവെ ഈ നികുതി വെട്ടിപ്പ് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. അതെങ്ങനെ, എന്താണ് ഈ നികുതി വെട്ടിപ്പ്, അതെങ്ങനെ തടയാൻ പറ്റും? നികുതി വെട്ടിക്കുക എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കേണ്ട ഒരു ടാക്സ് കൊടുക്കാതിരിക്കുക, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്. പലരും ഈ നികുതി വെട്ടിച്ച പണം പലരും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒന്നെങ്കിൽ ലാൻഡ് മേടിക്കുമ്പോൾ എല്ലാവരും സ്റ്റാമ്പ് ഡ്യൂട്ടി ലാഭിക്കാൻ വേണ്ടി കാശ് കുറച്ച് കാണിക്കും. അപ്പോൾ ചിലപ്പോൾ വൈറ്റ് എന്ന് പറയുന്ന പണമുണ്ടല്ലോ, നല്ല രേഖയുള്ള പണം പോലും അറിയാതെ നിങ്ങൾ ബ്ലാക്കാക്കി മാറ്റുകയാണ് അല്ലേ, കുറച്ച് കാണിക്കുമ്പോൾ. ആ കാശ് ഞാൻ വേറെ ബ്ലാക്കായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബ്ലാക്ക് മണി എന്ന് പറയുന്നൊരു സാധനം ഇവിടെ മാത്രമല്ല കേട്ടോ, എല്ലാ രാജ്യത്തും ഉണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, വലിപ്പം ചിലപ്പോൾ ഇന്ത്യയിൽ കൂടുതലായിരിക്കും എന്ന് പറയാം. പലപ്പോഴും നമ്മൾ പത്രത്തിൽ കാണാറുണ്ട് ഈ കുഴൽപ്പണം. എന്താണ് ഈ കുഴൽപ്പണം? കുഴൽപ്പണവും ഇൻകം ടാക്സായിട്ട് ബന്ധമില്ല. കുഴൽപ്പണം എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്ന് വെച്ചിട്ട് ഫെറ വയലേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന കാശിനാണ് കുഴൽപ്പണം എന്ന് പറയുന്നത്. ത്രൂ നോർമൽ ബാങ്കിങ് ചാനലല്ല ഇത് വരുന്നത്. ഇറ്റ് ഈസ് റൂട്ടഡ് ത്രൂ ഈ ഹവാല ട്രാൻസാക്ഷൻസ് എന്ന് പറയും. അത് ഇതുമായിട്ട് ഇല്ല, ഇൻകം ടാക്സുമായിട്ട് കണക്ഷൻ വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഈ ഹവാലയിൽ കൊണ്ടുവന്ന കാശിന് റെക്കോർഡില്ല, മറ്റേന് റെക്കോർഡ് ഉണ്ടാകും. ഫോറിൽ ഒരാൾ നമുക്ക് ഡി ഡി അയച്ചാൽ നമ്മൾ ബാങ്കിൽ കൂടെ എല്ലാം മാറുള്ളൂ. ഇത് ഒരുത്തം ഒരു ബാഗുമായിട്ട് വന്ന് സുപ്രഭാതി വന്ന് ഈ കാശ് എന്നിട്ട് പോകും. യു ഡോണ്ട് ഹാവ് എൻ റെക്കോർഡ്. അപ്പം എന്ത് പറ്റും? എന്തെങ്കിലും തരത്തിലൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഇതിന് സോഴ്സ് ചോദിക്കുമ്പോൾ ഇൻകം ടാക്സുകാരൻ ചോദിക്കും ഇതുകൊണ്ട് കിട്ടി, കുഴലാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഈ നികുതി വെട്ടിപ്പിന്റെ കാര്യമാണല്ലോ സാർ നമ്മൾ പറഞ്ഞത്. നികുതി വെട്ടിപ്പ് പൂർണ്ണമായിട്ട് തടയാൻ ഒരു രാജ്യത്തിന് സാധിച്ചിട്ടില്ല. ഇവിടെയും തടയാനുള്ള മാർഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും എന്തോ നമ്മുടെ മെഷീനറി പോരാ. പിന്നെ ഇപ്പം എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടിരിക്കുകയാണ്. 10 ഡിജിറ്റ് നാഷണൽ ബേസിസിൽ 10 ഡിജിറ്റ് പെർമനന്റ് അക്കൗണ്ട് ലാമിനേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനെല്ലാം നടപടികളായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എവിടെ ചെന്നാൽ ഈ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നടുത്ത് അസസ് ചെയ്യാണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ കമ്പ്യൂട്ടർ തമ്മിലുള്ള ബന്ധങ്ങൾ മൂലം ഇനി